എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂൾ കോഴ്സ് ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതും ആർക്കൊക്കെയാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതും ഈ ഒരു വീഡിയോയിൽ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ എന്താണ് ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം പറയാം. 2 തരത്തിലാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് 2 തരത്തിലാണ് ട്രാൻസ്ഫർ ഉണ്ടാവുക. അതായത് ഒരു ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്ന് നിങ്ങൾക്ക് സ്കൂളും മാറാൻ പറ്റും, അതുപോലെ തന്നെ കോഴ്സും മാറാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ തരം ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഒന്ന് സ്കൂളും മാറാൻ പറ്റും, അതുപോലെ തന്നെ കോഴ്സും മാറാം, അതിൻ്റെ കൂടെ ജില്ലയും മാറാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ അതിൽ ഒന്നാമത്തേതിൻ്റെ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിയ ഒരു കോഴ്സിൽ നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടി. 3rd അലോട്ട്മെൻറ്റിന് ശേഷം എല്ലാവരും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് നിർബന്ധമാണ്. അതിപ്പോൾ സ്പോർട്സ് കോട്ട ആയിരുന്നാലും, അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലെ 2nd അലോട്ട്മെൻറ്റ് ആയിരുന്നാലും, അതുപോലെ തന്നെ മെറിറ്റ് കോട്ടയിലെ 3rd അലോട്ട്മെൻറ്റ് ആയിരുന്നാലും അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഇനി ടെമ്പററി അഡ്മിഷൻ ഇല്ല, പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്ക്, ചില വിദ്യാർത്ഥികൾക്കെങ്കിലും ഒന്നുകിൽ നിങ്ങളുടെ സ്കൂൾ മറ്റൊരു സ്കൂളിലേക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള കോഴ്സ് മാറുന്നതിനോ, അതല്ല ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സിലേക്ക് മാറുന്നതിനോ, അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളും കിട്ടിയിട്ടുണ്ടാവില്ല, കോഴ്സും കിട്ടിയിട്ടുണ്ടാവില്ല, അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിലേക്കോ കോഴ്സിലേക്കോ നിങ്ങൾക്ക് മാറ്റാൻ കിട്ടുമോ എന്ന് നോക്കാൻ ലഭിക്കുന്ന ഒരു അവസരമാണ് ഈ ഒരു ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ചില വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ജില്ലയിലെ മറ്റൊരു സ്കൂളിലെ കോഴ്സിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രണ്ടാമത്തെ ട്രാൻസ്ഫർ ആയിട്ടുള്ള സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഏതൊരു വിദ്യാർത്ഥിക്കും ഈ ഒരു 2 വിഭാഗം ട്രാൻസ്ഫറിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്കൂളും കോഴ്സും മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 2 വിഭാഗത്തിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. ജില്ല മാറാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക്, മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നവർ രണ്ടാമത്തെ ട്രാൻസ്ഫറിനാണ് സ്കൂൾ ഡിസ്ട്രിക്ട് ട്രാൻസ്ഫർ എന്നുള്ള ആ ഒരു ട്രാൻസ്ഫറിനാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നത്. നിങ്ങൾക്ക് നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് നിങ്ങൾ അഡ്മിഷൻ നേടുന്ന സെയിം ജില്ലയിലെ തന്നെ മറ്റൊരു സ്കൂളിലേക്കോ, മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല 3rd അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടുന്ന സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 ട്രാൻസ്ഫറിൽ ഏതിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ട്രാൻസ്ഫറിന് തന്നെ അപേക്ഷിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന മുമ്പായിട്ട് നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ട്രാൻസ്ഫറിന് നിങ്ങൾ അപേക്ഷിക്കണോ അല്ലെങ്കിൽ നിലവിൽ കിട്ടിയ സീറ്റ് തന്നെ മതിയോ എന്നുള്ള കാര്യം ആദ്യം തന്നെ തീരുമാനിക്കുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും ആദ്യം ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടിയിട്ട് അഡ്മിഷൻ നേടും. അപ്പോൾ അഡ്മിഷൻ നേടിയിട്ട് ആ ഒരു സീറ്റ് മതിയെന്ന് തോന്നും. ഇനി പെട്ടെന്ന് തോന്നും വേറെ സ്കൂളിലേക്ക് മാറണം. അപ്പോൾ അങ്ങനെ ആ ട്രാൻസ്ഫർ കൊടുക്കും. അപ്പോൾ ട്രാൻസ്ഫർ കൊടുത്ത് ട്രാൻസ്ഫർ കിട്ടിക്കഴിയുന്ന സമയത്ത് പറയും എനിക്ക് ആ ഒരു സീറ്റ് ഇപ്പോൾ കിട്ടിയ വേണ്ട, എനിക്ക് മുമ്പ് കിട്ടിയ സീറ്റ് മതി എന്നുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ എന്ന സ്കൂളിൽ ഞാനിപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആണ് അഡ്മിഷൻ എടുത്തതെന്ന് വിചാരിക്കുക. അത് 3rd അലോട്ട്മെൻറ്റ് ശേഷം എനിക്ക് ഏറ്റവും ലാസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്ന സ്കൂൾ കമ്പ്യൂട്ടർ സയൻസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ ട്രാൻസ്ഫറിന് കൊടുത്തത് എന്ന സ്കൂളിലെ തന്നെ ഞാൻ ഈ ഒരു കൊമേഴ്സിലേക്കാണ് കൊടുത്തതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്തു, എനിക്ക് അവിടെ ട്രാൻസ്ഫർ കിട്ടിയെന്ന് വിചാരിക്കാം. അങ്ങനെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇവിടുത്തെ സീറ്റ് അവിടെ പോകും, അത് ഡിലീറ്റ് ആയി പോകും. എന്നിട്ട് ഞാൻ എന്ന സ്കൂളിലെ കൊമേഴ്സ് ക്ലാസ്സിലേക്ക് ഞാൻ മാറേണ്ടതായിട്ട് വരും. ഇതേ രീതിയിൽ തന്നെയാണ് വേറെ സ്കൂളിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫറിന് കൊടുത്താൽ കഴിഞ്ഞാൽ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിലവിലെ സീറ്റ് അവിടെ നഷ്ടപ്പെടും, പുതുതായിട്ട് കിട്ടുന്ന കോഴ്സിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അപ്പോൾ ആദ്യം കിട്ടിയ സീറ്റ് മതി, ഇപ്പോൾ ട്രാൻസ്ഫർ കിട്ടിയ സീറ്റ് വേണ്ട എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് പ്രധാനമായിട്ടും പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ഓപ്ഷൻ നൽകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ മാറാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലേക്കും അതുപോലെ മാറാൻ ആഗ്രഹിക്കുന്ന കോഴ്സിലേക്കും മാത്രം ട്രാൻസ്ഫർ വയ്ക്കുക, അല്ലാതെ താല്പര്യമില്ലാത്ത ഓപ്ഷനിലേക്ക് ട്രാൻസ്ഫർ വയ്ക്കരുത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒന്നുകിൽ എന്ന സ്കൂളിൽ എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് ആണ് കിട്ടിയത്, അതുപോലെ തന്നെ ഞാൻ ഒന്നുകിൽ എന്ന സ്കൂളിൽ ഞാൻ ബയോളജി സയൻസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു, അതല്ലെങ്കിൽ ബി എന്ന സ്കൂൾ ബയോളജി സയൻസിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുന്ന സമയത്ത് ഞാൻ ഓപ്ഷൻ വെക്കുമ്പോൾ എനിക്ക് വേണ്ട ഒരു ബയോളജി സയൻസിലേക്ക് മാത്രമേ ഞാൻ ഓപ്ഷൻ വെക്കേണ്ടതുള്ളൂ. മറ്റ് കോഴ്സിലേക്ക്, അതായത് കൊമേഴ്സിലേക്കോ ഹ്യൂമാനിറ്റീസിലേക്കോ ഞാൻ ഓപ്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. കാരണം എനിക്ക് പഠിക്കാൻ താല്പര്യം ബയോളജി സയൻസ് ആയതുകൊണ്ട് ആ ഒരു ബയോളജി സയൻസിലേക്ക് മാത്രമാണ് ഞാൻ ഓപ്ഷൻ വെക്കേണ്ടത്. അല്ലാതെ മറ്റ് കോഴ്സ് ആ ഒരു സ്കൂൾ കിട്ടണമെന്ന് വിചാരിച്ച് ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കരുത്. കാരണം കഴിഞ്ഞ വർഷമൊക്കെ പല വിദ്യാർത്ഥികളും ബയോളജി സയൻസ് കിട്ടി എന്നിട്ട് ഹ്യൂമാനിറ്റീസിലേക്ക് ട്രാൻസ്ഫർ വെച്ചു, കാരണം സ്കൂൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ്. അപ്പോൾ അതിനുശേഷം 2nd ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് കോഴ്സ് മാറാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരിക്കലും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചാൽ എല്ലാവർക്കും ട്രാൻസ്ഫർ ഒന്നും കിട്ടണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഉറപ്പുമില്ല. അതിനാൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട
ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് എങ്ങോട്ടേക്ക് ഏത് കോഴ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണോ അതിലേക്ക് മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവൂ. എനിക്ക് ബയോളജി സയൻസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ബയോളജി സയൻസിലേക്ക് മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കത്തുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും കോഴ്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്ഷൻ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ളതിലേക്ക് മാത്രമേ വെക്കാവൂ എന്ന് പറയാൻ കാരണം, അഥവാ താല്പര്യമില്ലാത്ത ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ നിർബന്ധമായിട്ടും പിന്നീട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. ഇനി പ്രധാനമായിട്ടും നിങ്ങൾക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ ആദ്യം കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു സ്കൂളിൽ നിന്ന് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചു, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോകും. ഇനി അതേസമയം നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എന്ന് വിചാരിക്കുക. കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള നിങ്ങൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വെച്ചോ ആ ഒരു ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല, എന്നാൽ നിങ്ങൾക്ക് ആദ്യത്തെ സീറ്റ് അവിടെ തന്നെ നിലനിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്കൂളിലേക്കും ആവശ്യമായിട്ടുള്ള കോഴ്സുകളിലേക്കും, അല്ലെങ്കിൽ നിലവിലെ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ള സെയിം സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ആ ഒരു സ്കൂളിലെ നിങ്ങൾക്ക് വേണ്ട കോഴ്സിലേക്ക് മാത്രമേ ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാവൂ. ഇനി നമുക്ക് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനെ അപേക്ഷിച്ചാൽ എല്ലാവർക്കും കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും കിട്ടത്തില്ല. കാരണം നിങ്ങളുടെ WGPയും അതുപോലെ തന്നെ സീറ്റ് വേക്കൻസിയും എത്ര വിദ്യാർത്ഥികൾ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കുന്നു എന്നുള്ളതൊക്കെ ആശ്രയിച്ചിട്ടാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ. അല്ലാതെ അപേക്ഷിച്ചു എന്ന് വെച്ചാൽ എല്ലാവർക്കും ട്രാൻസ്ഫർ കിട്ടണമെന്നില്ല. ഇനി അതുപോലെ തന്നെ നിങ്ങൾ അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന സ്കൂളിലും കോഴ്സിലേക്ക് മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അല്ലാതെ വെറുതെ അങ്ങ് എല്ലാ ഓപ്ഷനും കൊണ്ടുപോയിട്ട് എല്ലാ കോഴ്സിലേക്കും പോയിട്ട് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ കൊടുക്കരുത്. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. അപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് ശേഷമോ അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആയിട്ട് അലോട്ട്മെൻറ്റ് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് വരിക. അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള മെറിറ്റ് കോട്ടയിലെ അലോട്ട്മെൻറ്റ് കിട്ടി വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതിനുശേഷം പെർമനന്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും, അതുപോലെ തന്നെ അതിനുശേഷം ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെയുള്ള സ്പോർട്സ് കോട്ടയിലെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ച് പെർമനന്റ് അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ട്രാൻസ്ഫറിന് അപേക്ഷിക്കാൻ പറ്റുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമോ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ശേഷമോ അല്ലെങ്കിൽ ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ hscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഈ ഒരു പേജിൽ നിങ്ങൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചുവപ്പ് കളറിൽ ഒരു ലിങ്ക് വരും. അപ്പോൾ ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുക്കാനായിട്ടുണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൽ കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും എന്ന് പറയുന്നത് നിങ്ങൾ ഏത് കോട്ടയിലാണോ അലോട്ട്മെൻറ്റ് ലഭിച്ച് അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നത് ആ ഒരു കോട്ടയുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ SWS ലിങ്ക് മുഖേന നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ, അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതിന്റെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയാണ് കൊടുക്കേണ്ടത്. ഇനി അതേസമയം നിങ്ങൾ അതായത് സ്പോർട്സ് കോട്ടയിലെ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ വഴിയാണ്, സ്പോർട്സ് കോട്ടയിലായിരുന്നു അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു സ്പോർട്സ് കോട്ടയുടെ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്തിട്ടാണ് ലോഗിൻ ചെയ്യേണ്ടത്. അങ്ങനെയെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് കാണത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനുശേഷം എന്ത് ചെയ്യണം, അവിടെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇത് വൺ ടൈം സബ്മിഷൻ സൗകര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് വീണ്ടും എഡിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാനൊന്നും സൗകര്യം ഉണ്ടാവില്ല. അതിനാൽ തന്നെ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ വേണം എന്നുള്ളതൊക്കെ ആദ്യമേ തന്നെ തീരുമാനിച്ചിട്ട് നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. അല്ലാതെ ആദ്യം പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ അപേക്ഷ വന്നു എന്ന് വിചാരിച്ച് ഓടിപ്പോയിട്ട് ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ പാടില്ല. നിങ്ങൾക്ക് എങ്ങോട്ടേക്ക്, ഏത് കോഴ്സിലേക്ക്, ഏത് സ്കൂളിലേക്ക് ട്രാൻസ്ഫർ വേണം എന്നുള്ളത് നിങ്ങൾ വീട്ടുകാരോടൊക്കെ ആലോചിച്ചൊന്ന് തീരുമാനിച്ച് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് ആദ്യമേ തീരുമാനിച്ച് വെക്കുക. എന്നിട്ട് മാത്രം ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യുക. കാരണം ഒരു തവണ ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ ഡിലീറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഒന്നും പറ്റുന്നതല്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ട്രാൻസ്ഫറിന്, അതിനുശേഷം നിങ്ങൾ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ, നിങ്ങളുടെ പ്രൊഫൈൽ പേജിലെ അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അവിടെ പ്രത്യേകം പറയുന്നുണ്ടാവും, നിങ്ങൾ ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്ത് സ്കൂളോ കോഴ്സോ മാറുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ പുതിയ കോഴ്സിലേക്കും അതുപോലെ സ്കൂളിലേക്കും മാറേണ്ടതായിട്ട് വരും എന്നുള്ളത്. അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ വിദ്യാർത്ഥികൾക്ക് കാണാൻ സാധിക്കും, അതായത് അപ്ലൈ ഫോർ ട്രാൻസ്ഫർ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിൽ നിങ്ങളുടെ റോൾ നമ്പർ, അതായത് SSLCയുടെ അല്ലെങ്കിൽ CBSE ICSEയുടെ രജിസ്റ്റർ നമ്പർ ടൈപ്പ് ചെയ്യാണ്ടാവും. അത് കറക്റ്റായിട്ട് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവിധ ഡീറ്റെയിൽസും, നിലവിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടുള്ള സ്കൂള്, കോഴ്സ്, എത്രാമത്തെ ഓപ്ഷനാണ് എന്നിങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ നൽകുന്നതിനായിട്ട് ഇതേപോലെ ഓപ്ഷൻ നമ്പർ കൊടുക്കാനുള്ള ബോക്സ്, അതുപോലെ തന്നെ സ്കൂൾ കോഡ് കൊടുക്കാനുള്ള ബോക്സ്, കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ബോക്സ്, സേവ് ചെയ്യാനുള്ള ബോക്സ് എന്നിങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഓരോ സ്കൂളും അതുപോലെ തന്നെ ഓരോ കോഴ്സും സെലക്ട് ചെയ്ത് സേവ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നിങ്ങൾ മുമ്പ് അലോട്ട്മെന്റിന് കൊടുത്തതുപോലെ കുറേ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. നിങ്ങൾക്ക് എങ്ങോട്ടേക്കാണോ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അതിന് മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവൂ. സ്കൂളും കോഴ്സും മാറണമെങ്കിൽ അതിനനുസരിച്ച് ട്രാൻസ്ഫറിന് ഓപ്ഷൻ വെക്കാം. അല്ലാതെ സ്കൂൾ മാറിയിട്ട് കോഴ്സ് മാറാം എന്നുള്ള രീതിയിൽ ഓപ്ഷൻ വെക്കരുത്. സ്കൂളും കോഴ്സും മാറണമെങ്കിൽ രണ്ടും ഒരുമിച്ചിട്ട് അങ്ങ് വെക്കുക. അതുപോലെ തന്നെ
സ്കൂൾ മാത്രമേ മാറേണ്ടുള്ളൂ, കോഴ്സ് മാറണമെങ്കിൽ അതിനനുസരിച്ച് ഓപ്ഷൻ വയ്ക്കാം. ഇനിയിപ്പോൾ സ്കൂൾ മാറണം, എന്നാൽ അത് സ്കൂൾ മാറേണ്ട, കോഴ്സ് മാത്രമേ മാറുള്ളൂ. അത് നിലവിൽ ഈ ഒരു തേർഡ് അലോമിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ അതിനനുസരിച്ച് ഓപ്ഷൻ വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്ക് പോകണം, അല്ലെങ്കിൽ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് പോകേണ്ടതെങ്കിൽ അതിനനുസരിച്ച് സ്കൂൾ കോഡ് കൊടുക്കുക, എന്നിട്ട് കോഴ്സ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട കുറച്ച് ഓപ്ഷൻസ് മാത്രമേ ഇതിൽ കൊടുക്കാവൂ. അത് താല്പര്യമുള്ള സ്കൂളിലേക്കും കോഴ്സിലേക്കും മാത്രമേ ഓപ്ഷൻ കൊടുക്കാവൂ, അല്ലാതെ വെറുതെ ചറവറയായിട്ട് കുറേ ഓപ്ഷൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾക്ക് ട്രാൻസ്ഫർ എങ്ങോട്ടേക്ക് വേണോ, ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് പോകും എന്നുള്ളതും പുതുതായിട്ട് കിട്ടിയ കോഴ്സിലേക്ക് മാറേണ്ടതായിട്ട് വരും എന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് വേണം ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട അത്രയും കുറച്ച് ഓപ്ഷൻ മാത്രം കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾ സേവിൽ ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അതോടുകൂടി നിങ്ങളുടെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയിട്ട് അതിൻ്റെ പ്രിൻ്റ് എടുക്കാനുള്ള പേജിലേക്ക് പോകും. അതിനുശേഷം നിങ്ങൾക്ക് അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാവുന്നതും ആ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ വെക്കാവുന്നതുമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ട്രാൻസ്ഫറിൻ്റെ ഈ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റത്തില്ല. അതിനാൽ തന്നെ ഓപ്ഷൻ നൽകുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട സ്കൂൾ കോഴ്സിലേക്ക് മാത്രം ഓപ്ഷൻ കൊടുക്കുക. നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന, അതായത് തേർഡ് അലോമിന് ശേഷം അഡ്മിഷൻ നേടുന്ന ആ ഒരു സെയിം സ്കൂൾ വേറെ കോഴ്സിലേക്കാണ് മാറേണ്ടതെങ്കിൽ അതിനനുസരിച്ച് മാത്രമേ ഓപ്ഷൻ വെക്കാവൂ. അതായത് ആ ഒരു സ്കൂളിൽ ആ ഒരു സ്കൂൾ കോഡ് കൊടുക്കുക, എന്നിട്ട് ആ ഒരു സ്കൂളിൽ ഏത് കോഴ്സിലേക്കാണ് മാറേണ്ടത് അത് മാത്രം കൊടുക്കുക, എന്നിട്ട് സേവ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ വേണ്ട സ്കൂളിലേക്ക് കോഴ്സിലേക്ക് മാത്രമേ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കാവൂ. വേണ്ടാത്ത സ്കൂളിലേക്കോ കോഴ്സിലേക്കോ ട്രാൻസ്ഫർ വെക്കാൻ പാടില്ല. ഇനി ഇതിനുശേഷം നിങ്ങൾ ഇങ്ങനെ ഫൈനലായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടും. പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ പ്രിൻ്റ് എടുത്ത് വെക്കുക. ഇനി ഇതിനുശേഷം ഏകദേശം 2-3 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ റിസൾട്ട് വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. പ്രൊഫൈൽ പേജിൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും, ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്നും കാണാൻ പറ്റും. ഈ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു ട്രാൻസ്ഫർ റിസൾട്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നേരെ അവിടെ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ അവിടെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് ട്രാൻസ്ഫർ എന്നും, അതുപോലെ ഏത് സ്കൂളിൽ ഏത് കോഴ്സിൽ എത്രാമത്തെ ഓപ്ഷനിലേക്കാണ് ട്രാൻസ്ഫർ കിട്ടിയതെന്നും നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാണാൻ പറ്റും. ഇനി ഇതിനുശേഷം നിങ്ങൾ ആ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് നിലവിൽ ഏത് സ്കൂളിലേക്കാണോ ട്രാൻസ്ഫർ കിട്ടിയത്, ഇപ്പോൾ നിലവിൽ ഞാനിപ്പോൾ എന്ന സ്കൂളിൽ ഞാൻ ഹ്യൂമാനിറ്റീസ് ആയിരുന്നു, അതിൽ നിന്ന് നേരെ ഞാൻ സയൻസിലേക്കാണ് വെച്ചത്. അപ്പോൾ ആ ഒരു എന്ന സ്കൂളിൽ തന്നെ എനിക്ക് ബയോളജി സയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ഒരു സ്കൂളിൽ പോകുന്നു, എന്നിട്ട് എക്സ്ട്രാ വല്ല ഫീസും ഉണ്ടെങ്കിൽ അടക്കുന്നത്. അത് ഞാൻ നിലവിൽ തേർഡ് അലോമിന് ശേഷം അഡ്മിഷൻ നേടിയിട്ടുള്ള സെയിം സ്കൂളാണ്. ആ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കാണ് മാറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എക്സ്ട്രാ വരുന്ന ഫീസ് അടച്ചിട്ട് അവിടെ എൻ്റെ അഡ്മിഷൻ ആ ഒരു കോഴ്സിലേക്ക് ഞാൻ മാറ്റുന്നു. ഇനി അടുത്തതായിട്ട് ചില വിദ്യാർത്ഥികൾക്ക് നിലവിൽ പഠിച്ച് തേർഡ് അലോമിന് ശേഷം നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു കോഴ്സിൽ നിന്നും ചിലപ്പോൾ വേറൊരു സ്കൂളിലെ വേറെ കോഴ്സിലേക്കായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെയെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ട് ആദ്യത്തെ സ്കൂളിൽ പോയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നിങ്ങൾ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സ്കൂളിൽ പോയിട്ട് ആ ഒരു അഡ്മിഷൻ നിങ്ങൾ എടുക്കുകയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം കിട്ടിയ സീറ്റ് പോകുന്നതും പുതുതായിട്ട് കിട്ടുന്ന സീറ്റിലേക്ക് നിങ്ങൾ മാറേണ്ടതായിട്ട് വരും. അതേപോലെ സെയിം സ്കൂൾ വേറെ കോഴ്സിലാണെങ്കിൽ പോയിട്ട് മാറ്റിയിട്ട് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ അതായത് എക്സ്ട്രാ ഫീസ് അടക്കണം. അതേസമയം നിങ്ങൾക്ക് വേറെ സ്കൂളിലേക്കാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ വേറെ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ ആദ്യത്തെ സ്കൂളിൽ നിന്ന് ഡോക്യുമെൻറ്റ്സുമായി വേറെ സ്കൂളിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അതുപോലെ ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് നിലവിലെ സീറ്റിൽ തന്നെ തുടരാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോട്ട് ട്രാൻസ്ഫർ എന്ന് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സ്കൂളിൽ തന്നെ തുടരാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ നിങ്ങൾ ട്രാൻസ്ഫറിന് അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള ആ ഒരു സ്കൂൾ കോഴ്സിലേക്ക് മാത്രം ട്രാൻസ്ഫറിന് അപേക്ഷിക്കുക. അതുപോലെ നിലവിൽ നിങ്ങൾ അഡ്മിഷൻ സ്കൂളിൽ തന്നെ വേറെ കോഴ്സിലേക്കാണ് മാറാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് ഓപ്ഷൻ വെക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അപേക്ഷിക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.